CPM നിയന്ത്രിത സഹകരണ സ്ഥാപനമായ റെയ്ഡ്കോയിൽ ട്രേഡ് യൂണിയനുകൾ സ്ഥാപനത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചെയർമാൻ M. സുരേന്ദ്രന്റെ വിമർശനം. കണ്ണൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം ട്രേഡ് യൂണിയനുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഭരണസമിതികൾ വരികയും പോവുകയും ചെയ്യും. അവർ സ്ഥാപനത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി പദ്ധതികളും പ്രവർത്തനങ്ങളും ആരംഭിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യും. ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടവർ അവിടുത്തെ ജീവനക്കാരാണ്. അത് റെയ്ഡ്കോ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു സ്ഥാപനത്തിലെയും ജീവനക്കാരാണ് സുപ്രധാനമായ ഉത്തരവാദിത്വം. ഓണത്തിന് 3 മാസത്തെ ശമ്പളം കൊടുക്കാൻ സാധ്യമാവാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഏത് വിധേനയും ഓണത്തിന് ശമ്പളം കൊടുക്കണം എന്ന ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ്കോവിൻ്റെ ഒരു യൂണിറ്റാണ് മാവിലായി കറി പൗഡർ ഫാക്ടറി. അത് ശരിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. ആ യൂണിറ്റും സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട സഹായത്തോടു കൂടിയാണ് ചെറിയൊരു അഭിവൃദ്ധി പ്രാപിച്ചത്. കോവിഡ് കാലം മുതൽ അതും വലിയ നഷ്ടത്തിലായിരുന്നു ആദ്യകാലത്തൊക്കെ. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, 3 മാസത്തെ ശമ്പളം കൊടുക്കാൻ കറി പൗഡർ ഫാക്ടറിയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് നൽകാനുള്ള തുക 1.25 കോടി രൂപ ആ മാവിലായി ഫാക്ടറിയിൽ നിന്ന് വായ്പ വാങ്ങി ശമ്പളം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആ പണം തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ആർക്ക്? കറി പൗഡർ ഫാക്ടറിയിലേക്ക് അവർക്കല്ല കൊടുക്കേണ്ടത്. ആ പണം കൊടുക്കേണ്ടത് സാധനങ്ങൾ ഞങ്ങൾക്ക് തരുന്നവർക്കാണ്. കടമായി വാങ്ങിയതാണ് അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ആ പണം അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവരും സാധനം തരാതെയാവും. ഇങ്ങനെ കടം വാങ്ങിയിട്ട് കടം വീട്ടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തെ മുറിച്ചു കടക്കാനും ഓണത്തിന് ശമ്പളം കൊടുക്കാനുമാണ് ഈ കാര്യം ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്തൊരു കാര്യത്തെപ്പറ്റി 4 മാസമായിട്ട് ശമ്പളം കൊടുക്കുന്നില്ല എന്ന പ്രചരണമാണ് എൻ്റെ മാധ്യമ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 2 മാസമുള്ളത് ശരിയാണ്. ഇവിടെ റെയ്ഡ്കോ രക്ഷപ്പെടണമെങ്കിൽ, ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ വരവുണ്ടാവണം. വരവ് ഉണ്ടായാൽ മാത്രമേ അത് രക്ഷപ്പെടുത്താൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് പോകുന്നതിന് ജീവനക്കാർ പലരും സന്നദ്ധരാണ്. എന്നാൽ അത്തരം പദ്ധതികളോട് വേണ്ടത്ര സഹകരണാത്മകമായ ഒരു മനോഭാവം അവിടെ 2 ട്രേഡ് യൂണിയനുകളുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് പലകുറി ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചതാണ്. ഇപ്പോഴും ഞങ്ങൾ അവരുടെ നേതാക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലും ഞങ്ങൾ പറയുന്നത്, ഈ സ്ഥാപനം ജീവനക്കാരുടേതാണ്. ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ എല്ലാവരും കൂടി യോജിച്ച് പ്രവർത്തിക്കണമെന്നുള്ള കാര്യവും മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കാരണം, ഏത് വാർത്തയും, സ്ഥാപന വിരുദ്ധമായ ഏത് വാർത്തയും, ദയവായി വല്ല വസ്തുതകളുണ്ടോ എന്ന് ഒരു വാക്ക് എന്നോട് ചോദിക്കാനുള്ളൊരു ഉത്തരവാദിത്തം ദയവായി അങ്ങ് ഓരോരുത്തരും കാണിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ട്രേഡ് യൂണിയനുകൾ പൊതുവിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. അവർ സമരം ചെയ്യുന്നതിലും എതിർപ്പില്ല. എന്നാൽ അത് സ്ഥാപനത്തിന്റെ സ്ഥിതി പരിഗണിച്ചുകൊണ്ടാവണമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പ്രതിസന്ധി മറികടക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത്. ഇതിനായി വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർക്ക് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും കൊടുക്കുന്നതിനും ദൈനംദിന നടത്തിപ്പിനുമായാണ് സഹകരണ ബാങ്കിൽ നിന്നും 5 കോടി രൂപ വായ്പയെടുത്തത്. ഇത് തിരിച്ചടയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സ്ഥാപനം. യൂണിയനുകൾ ഈ സമയത്ത് സ്ഥാപനവുമായി സഹകരിക്കാൻ തയ്യാറാവണം. സ്ഥാപനവുമായി സഹകരിക്കാതെ നിൽക്കുന്ന ചില ആളുകളുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ സഹായങ്ങൾ റെയ്ഡ്കോവിന് ലഭിക്കുന്നുണ്ട്. കൃഷിവകുപ്പ് ഉൾപ്പെടെയുള്ളവയിൽ നിന്നും കുടിശ്ശിക ലഭിക്കാനുമുണ്ട്. ഈ കാര്യത്തിൽ മന്ത്രിമാരുമായി ചർച്ച നടത്തി വരികയാണെന്നും M. സുരേന്ദ്രൻ പറഞ്ഞു.